ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത്. ഇന്ന് തീരെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. കുക്കിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് രാവിലെ തൊട്ട് കുറേയേറെ പണികളായിരുന്നു. ഈ കോവൽ കണ്ടോ ഇങ്ങനെ താന്ന് കിടക്കുമായിരുന്നു കേട്ടോ. എൻ്റെ തലേ വരെ തട്ടുമായിരുന്നു. അപ്പം കണ്ണൻ്റെയും ചേട്ടൻ്റെ ഒക്കെ തലയുടെ കാര്യം പറയണം. അവരുടെ കോവയ്ക്ക പറിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു തലയും മുട്ടുന്നെന്നും പറഞ്ഞിട്ട് പോകും. പിന്നെ ഞാൻ ഇതിലോട്ട് ഇച്ചിരി നീറിനെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നേ. അതിപ്പോൾ അടിപൊളിയായിട്ട് നീറ് ലോകം മൊത്തമായി. എവിടെയാണ് അതെ ഇന്ത്യ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേണ്ട ഇത് കണ്ടോ, ഇഷ്ടം പോലെ നീറായി. ഇപ്പോൾ വേണ്ട ഇവിടെ കൂടൊക്കെ വെച്ച്, അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ ആ മരത്തിൽ നിന്ന് ഞാനൊരു തുണി കെട്ടി ഇങ്ങോട്ട് ഇട്ടതാട്ടോ. ഇതേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ആ മരത്തിൽ നിന്ന് ഇതേണ്ട റംബുട്ടാനൊക്കെ കായൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതേ നിറച്ച് നീറാണേ. അപ്പം അതിനെ ഇങ്ങനെ കുറേ ഞാൻ എടുത്താണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചാണകപ്പൊടിയൊക്കെ ഇവിടെ എല്ലാത്തിനൊക്കെ ഒന്ന് ഇട്ടു. അങ്ങനെ ഭയങ്കര ജോലിയായിരുന്നേ. ഭയങ്കര ജോലി എന്ന് പറഞ്ഞാൽ ചേട്ടനില്ലാത്ത ദിവസം എനിക്കിവിടെ എന്നതിലൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ മുളക് നടിയിൽ ഇതിനെല്ലാം വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി. എൻ്റെ വഴുതനയിലെ പുഴു മൊത്തം പോയി കേട്ടോ. ഇപ്പോൾ എൻ്റെ വഴുതന പുഴുവില്ല. മറ്റേത് ഭയങ്കര ശല്യമായിരുന്നു. ഞാൻ ഈ DDTയുടെ അതൊന്നും അങ്ങനെ അന്ന് ഇട്ടതാണ്. പിന്നെ ഇതുവരെ പുഴു വന്നിട്ടില്ല. ഇതേലും നല്ല ഇലകളെല്ലാം വരുന്നുണ്ട്, പുഴുവില്ല. ജലദോഷമൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ. പക്ഷെ ചുമ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ചുമയ്ക്ക് ഞാൻ എപ്പോഴും നമ്മുടെ ആരോ ചുമയുടെ കാര്യം പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. എനിക്ക് വന്നേ നമ്മുടെ സുകുടുംബാന്ന് തോന്നുന്നു. ആണോ? സോറി, ഞാൻ ഓർത്തിരുന്നാണ്, മറന്നുപോയി. മുട്ട, നാടൻ കോഴിമുട്ട എടുക്കുക, അത് വാട്ടുക. രാവിലെ വെറും വയറ്റിൽ വേണം കഴിക്കാണ്ട്. ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നതിന് ശേഷം അതൊന്ന് ചൂടുവെള്ളത്തിലിട്ട് വാട്ടിയെടുക്കുക. ഒരുപാട് പുഴുങ്ങിയെടുക്കരുത്, വാട്ടിയെടുക്കാവുള്ളൂ. വാട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് തുമ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് അത്രയും ഭാഗത്തെ തോടെടുത്ത് കളഞ്ഞേച്ച് ഒരു ഇച്ചിരി നമ്മളൊന്ന് കുടിക്കുക. കാര്യം എന്നാലും നമുക്ക് ഈ കുരുമുളക് പൊടിയും ജീരകമൊക്കെ പൊടിച്ചെടുത്താലും മതി കേട്ടോ. എൻ്റെ പൊടി ഇരിക്കുന്നുണ്ട്, പൊടി എന്ന് പറയുന്നത്. ഇപ്പോൾ ജീരകമൊക്കെ നല്ല ജീരകമാണേ. നല്ല ജീരകവും പൊടിച്ച് അതിനകത്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ഒരു 3 ദിവസം രാവിലെ വാട്ടി കുടിച്ചാൽ മതി, ചുമ മാറും. ഞാൻ ഇന്നലെ മുട്ടയ്ക്ക് പറഞ്ഞിരുന്നു, നാടൻ കോഴി മുട്ടയെ കൊള്ളത്തുള്ളൂ കേട്ടോ. ബ്ലോക്ക് മുട്ടയൊന്നും കൊള്ളത്തില്ല, നാടൻ കോഴിയുടെ മുട്ടയെ കൊള്ളത്തുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു നാടൻ മുട്ട മേടിക്കുക കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇന്നലെ ഒരു കല്യാണത്തിനൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വിട്ടുപോയി. അപ്പോൾ ഇന്നാണെങ്കിൽ ഓട്ടോ ഉണ്ട്. അപ്പോൾ എന്നോട് ഒരു നാളെ മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറയും. ഞാൻ ഈ മരുന്ന് കഴിവതും കഴിക്കത്തില്ല കേട്ടോ. പിള്ളേർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചുമ വന്നാൽ ഞാൻ ഇങ്ങനെയുള്ള നാട്ടുമരുന്നുകളൊക്കെ കൊടുക്കുക. എൻ്റെയൊക്കെ കുഞ്ഞിലുമായിട്ട് അമ്മയൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് കഴിക്കുമ്പോഴത്തേക്ക് അങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അത് അങ്ങനെ കഴിച്ചാൽ മതി. ഞാനത് ആരാന്നുള്ള മറന്നു പോയല്ലോ. ജോമയാന്ന് തോന്നുന്നു കേട്ടോ. ജോമയ്ക്കാന്ന് തോന്നുന്നു ചുമയാന്ന് പറഞ്ഞത്. ജോമയോടാണ് ഞാനത് കമൻറ്റ് ഇട്ടായിരുന്നത്. അപ്പോൾ അതുപോലെ കഴിച്ചാൽ മതി കേട്ടോ, മാറിക്കിട്ടും. ഒരു 2-3 ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ മതി, മാറിക്കിട്ടും. പിന്നെ എന്നായിരുന്നു, പിന്നെ ഇന്ന് കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. കുക്കിംഗ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ അറിയാലോ, എല്ലാം തട്ടിക്കൂട്ടാണ്. പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യത്തില്ല, മടി പിടിച്ചിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അതുകൊണ്ട് പുറത്തെ കുറേ ജോലികൾ തീർന്നു. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കാൻ പറ്റി കേട്ടോ. നമുക്ക് പെരയ്ക്കകത്ത് മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ, പുറത്തെ കാര്യങ്ങളൂടെ ചെയ്യണ്ടേ. എനിക്ക് വയ്യാതൊക്കെ ആയതിന് ശേഷം ഉണ്ടല്ലോ എല്ലാം ഒരു സാമട്ടിലായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞിട്ടുള്ളൂ, ഇച്ചിരിയൊക്കെ വയ്യാഴിയൊക്കെ കുറവുണ്ട് കണ്ടല്ലോ, എങ്ങും ചടഞ്ഞുകൂടി ഇരിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. ജോലി ഇഷ്ടം പോലെ ചെയ്യണ്ട. ഞാൻ അതിനെ ഇന്നാൾ ഒരു ദിവസം പറഞ്ഞത്, നോക്കുന്നതെല്ലാം പണിയാണ് വീട്ടമ്മമാർക്ക് നടപ്പത്തേക്ക് എന്നെ ഒത്തിരി പേരന്ന് നെഗറ്റീവ് കമൻറ്റ് ഇട്ടായിരുന്നു. ഞാൻ എഴഞ്ഞ് ജോലി ചെയ്താൽ തീരത്തില്ല എന്നും, പിന്നെ എന്നായിരുന്നു നേരത്തെ ജോലി തീർക്കണമെന്നും എന്നൊക്കെ പണ്ട്. ഞാൻ അങ്ങനല്ല. നമ്മുടെ അടുക്കളയിലെ പണി നമുക്ക് ചോറും കറിയും വെച്ച് കഴിഞ്ഞാൽ തീരും, അത് സത്യമാണ്. പക്ഷെ അതല്ല നമുക്കതല്ലാതെ ഇഷ്ടം പോലെ ജോലി വേറെയുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അങ്ങ് നീണ്ടു പോയി. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു മിക്സി, അത് ഞാൻ കാണിക്കാം നിങ്ങളെ. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതല്ല, നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിക്സിയാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടിരുന്ന, ഒരു കേടും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ പെട്ടെന്നാണ് അതിനകത്തുനിന്നൊരു ചെറിയ തീ പോലെ വന്ന്. ഇപ്പോൾ ഇത് കുറേ വർഷമായി, ഞാൻ 3 വർഷത്തോളം ഇത് ഉപയോഗിക്കാതായിട്ട്. ഇത് കടയിൽ കൊണ്ടുപോയി നന്നാക്കാൻ കൊടുത്ത് കിട്ടാൻ താമസിച്ചപ്പം ചേട്ടൻ എന്നെ ഇത് പുതിയ മിക്സി മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് വൈകിട്ട് ഈ മിക്സി കിട്ടുകയും ചെയ്തു. പക്ഷെ കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ, ഒരു വല്ലാത്ത കോലത്തിലായി മിക്സി കൊണ്ടുവന്നത്.
എനിക്ക് ഈ മിക്സിയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരുന്ന് അതിൽ അരയ്ക്കാനൊക്കെ അങ്ങ് അറപ്പാന്നേ. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് ആഹാരം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നതല്ലേ, ഇപ്പം അതുപോലെ അങ്ങ് ആക്കി കളഞ്ഞേ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ കരിമ്പം കളയുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു നേരത്തെ. അപ്പം അത്രയും ഒന്ന് അതുകൊണ്ട് തന്നെ ഇതും ഒന്ന് അതേ ലിക്വിഡൊക്കെ തന്നെ ഉപയോഗിച്ച് ഈ മിക്സിയുടെ ജാർ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേ. അപ്പം എൻ്റെ വിശ്വാസം വൃത്തിയാകും എന്നുള്ളതാണ്. അങ്ങനെ വൃത്തിയായാൽ നമുക്ക് പുതിയതായിട്ടൊരു മിക്സി എടുക്കാം. നിങ്ങൾക്കും അത് പ്രയോജനപ്പെടുന്ന രീതിയിലൊരു വീഡിയോയും ആകും. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രമാത്രം വലിയ വീഡിയോ ആണോ ചെറിയ വീഡിയോ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരുപാട് വലിച്ചു നീട്ടി ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇപ്പം മിക്സി ആദ്യമേ കാണിക്കുക, എന്നിട്ട് ബാക്കി അതിൻ്റെ ലിക്വിഡൊക്കെ എന്നൊക്കെ എടുക്കുന്നതെന്നും കൂടെ കാണിക്കാവേ. ഇതാണ് ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിക്സി. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പഴയ മിക്സി എന്ന് പറയുന്ന സംഭവം ഇതാണ് കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടോ? ഇത് നല്ല പോലെ അവിടെ കൊണ്ടിട്ട് പൊടിയടിച്ച് അതുകൊണ്ട് ഞാൻ കഴുകിയിട്ടൊന്നും അങ്ങോട്ട് വൃത്തിയാകുന്നില്ലായിരുന്നേ. അപ്പം എനിക്ക് തോന്നി ഇങ്ങനൊന്ന് ഉരച്ചൊന്ന് വൃത്തിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ശരിയാവുകയാണെങ്കിൽ നിങ്ങൾക്കും അപ്പം ഇത് വർക്കിംഗ് ഒക്കെയാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് ഇതൊന്ന് ഉണക്കി നോക്കാറുണ്ട്, വർക്കിംഗ് ആണോ ഇല്ലയോ എന്നൊക്കെ. വർക്കിംഗ് ഒക്കെയാണ്. ഇത് നമ്മുടെ മറ്റേ ആ മിക്സി പോലെയല്ല, വർക്കിംഗ് ആണ്. ഉപയോഗിക്കാത്തതിൻ്റെ അതിനകത്ത് പൊടിയൊക്കെ ഉണ്ട്. അതെല്ലാം തൂത്ത് മാറ്റി വെച്ച് ഞാൻ നല്ലപോലെ ഒന്ന് തുടച്ച് നമുക്ക് ആ ലിക്വിഡൊക്കെ ഒന്ന് റെഡിയാക്കുന്നതൊക്കെ കാണിച്ചു തരാവേ. ഞാൻ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുവാണേ. ഞാൻ എടുക്കുന്നത് 1 സ്പൂൺ, ഒന്നല്ല കേട്ടോ, 1.5 സ്പൂൺ ഉപ്പ് എടുക്കുന്നുണ്ട്. 1.5 സ്പൂൺ ഉപ്പ്, പിന്നെ അത്രയും തന്നെ ബേക്കിംഗ് പൗഡർ. കട്ട കെട്ടിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് സ്പൂൺ നിറച്ച് ഞാൻ എടുക്കാത്തത് കേട്ടോ. 1.5 സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഷാമ്പു അത്രയും തന്നെ. ഷാമ്പു 1 സ്പൂൺ ആണെങ്കിലും മതി കേട്ടോ. ഇതിപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഷാമ്പു. ഇനി ഷാമ്പു വീട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ 2 രൂപയുടെ പാക്കറ്റ് കിട്ടുമല്ലോ, അതാണേലും മതി കേട്ടോ. പിന്നെ നാരങ്ങാനീര്, അത് 1.5 സ്പൂണ്. പിന്നെ 1.5 സ്പൂൺ വിനാഗിരി. വലിയ പാത്രം എടുക്കണേ, ചെറിയ പാത്രം എടുക്കരുത്. ഇത് പതഞ്ഞ് പൊങ്ങുന്നതാണ്. നമ്മൾ ആ ബേക്കിംഗ് സോഡ ഇട്ടേക്കുന്നുണ്ട് എത്രയും പതയുന്ന. പിന്നെ ഷാമ്പു. ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിലെ കരിമ്പം മാറ്റാനും ഏറ്റവും നല്ലതാണ്. ഒരു വാഷർ പോലെ ഇല്ലേ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ, ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഡോറയിലെ നല്ല വൃത്തിയായിട്ട് പോകുന്ന. അപ്പോൾ നല്ലപോലെ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് നമ്മുടെ മിക്സി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ വെച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടെ വെച്ചിട്ടാകുമ്പോൾ നല്ല വെട്ടമുണ്ട്. ഇതൊരു ബ്രഷാണേ, നല്ല നീളമുള്ള ബ്രഷായിരുന്നു. അത് ഇടിച്ചില് ഇതുണ്ട്, ഇങ്ങനത്തെ സൈസ് ബ്രഷാണ്. ഇത് ഒടിഞ്ഞു പോയി, താഴെ വീണാം. നമ്മുടെ മിക്സി എടുത്തുകൊണ്ട് വന്നേ. അപ്പം ഞാൻ ഇതുപോലൊരു ബ്രഷ് ഇട്ട് ആദ്യം അങ്ങ് തേച്ച് കൊടുക്കുവാണ് ഇതെല്ലാം ഒന്ന് പിടിക്കാനായിട്ട്. ഇതിപ്പോൾ ബ്രഷ് തന്നെ വേണമെന്നില്ല, ഒരു തുണിയും മുക്കി തൂത്താലും മതി. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇത് കണ്ടോ, ഇത് മുഴുവനും തേച്ച് പിടിപ്പിക്കട്ടെ. ഞാനിത് മുഴുവനും പുരട്ടി ഇതിനകത്തുമൊക്കെ ശരിക്കും ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇതിനി ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വരെ ഇതൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റായേ, 10, 15, 20 മിനിറ്റ് നേരം ഞാൻ പറഞ്ഞത്, പക്ഷെ 10 മിനിറ്റ് ആയതേ ഉള്ളൂ.
എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആ ഡോറിൽ ഞാൻ 5 മിനിറ്റ് വെച്ചിട്ടുള്ളായിരുന്നേ. അപ്പോൾ ഒരു 10 മിനിറ്റ് മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്നാലും തന്നെ നമ്മൾ ഇത്രയുണ്ട് ഈ എക്സോഡൊക്കെ കൂടെ കിട്ടുന്നതാണ് ഇത്തിരി ഒരു സ്ക്രബ്ബർ, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉരച്ച് നോക്കട്ടെ. ആ പോകുന്നുണ്ട് കേട്ടോ, നോക്കി അടിപൊളിയായിട്ട് വെളുത്തു. ഇതേലും അന്ന് അവരവിടെ കൊണ്ടിട്ട് കുറച്ച് പോറിയായിരുന്നേ, അത് ആ പാടതെ തെളിഞ്ഞിപ്പോൾ വന്ന്. ഇതുണ്ട്, ഇതിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു കറുപ്പ് പോലെ ഉണ്ടായിരുന്നേ. അതെന്നാന്ന് വെച്ചാൽ ഈ മിക്സിയുടെ ജാറ് വെച്ച് ഇങ്ങനെ എപ്പോഴും അരച്ചരച്ചരച്ച് വന്നൊരു കറുപ്പായിരുന്നു. അത് നല്ലപോലെ പോയിട്ട് അത് കട്ടിയിലുണ്ടായിരുന്നു. ഇതുണ്ട്, ഇതെല്ലാം അവർ പിന്നെ എന്താ പശയോ ഏതാണ്ടൊക്കെ പറ്റിയായിരുന്നു. അതൊന്നും ഞാൻ കഴുകിയിട്ട് പോകുന്നില്ലായിരുന്നു, അങ്ങനെ ഞാൻ മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചേട്ടൻ കോള് വന്നേ. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് അതങ്ങ് ഇതായി. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ പശ പോലെ എന്നതോ ഇതേ കൂടെ ഒഴുകിയിട്ടുണ്ടായിരുന്നേ. അവരന്നത് തന്നപ്പോഴത്തേക്ക് അവരെന്നതോ ഇതിനകത്ത് വല്ലതും തേച്ച് ഒട്ടിക്കുകയോ വല്ലതൊക്കെ ചെയ്തതായിരിക്കും. അതുകൊണ്ട് ഇത് കണ്ടോ, അന്ന് ഞാൻ ഒത്തിരി ഉരച്ച് നോക്കിയിട്ട് അത് പോകുന്നില്ലായിരുന്നു. ഇപ്പം വേണ്ട അതൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഇതിനകം ഒന്ന് ബ്രഷ് ഇട്ടൊന്ന് ഉരച്ച് നോക്കട്ടെ. വേണ്ട എല്ലായിടത്തും എടുത്ത് നല്ലപോലെ വൃത്തിയാവുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ എനിക്ക് വിശ്വാസമായിരുന്നു, കാര്യം അത് ഞാനന്ന് ചെയ്തപ്പോൾ നല്ലപോലെ പുത്തം പോലായി ഫ്രിഡ്ജ്. ഇതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഞാനിതെല്ലാം ഉരച്ചെല്ലാം കഴുകിയെടുത്ത് കാണിക്കുന്നത്, ഇപ്പോൾ വിശ്വാസമാവുമല്ലോ. ഇത് കണ്ടോ, ഞാൻ തുടച്ച് കാണിക്കാം, എന്നിട്ട് പിന്നെ ഞാൻ മൊത്തം ഒന്ന് വൃത്തിയാക്കി വെച്ച് പിന്നെ ലാസ്റ്റ് വീഡിയോയിലൂടെ കാണിക്കാവേ. ഇത് എളുപ്പമായിട്ട് ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, നമുക്ക് വീട്ടിലുള്ളതൊക്കെ ഉള്ളൂ. പിന്നെ നാരങ്ങ ഇല്ലെങ്കിൽ നമ്മളൊരു നാരങ്ങ മേടിക്കുക, അത്രയേ ഉള്ളൂ. ഷാമ്പു ആണെങ്കിലും വലിയ വിലയില്ല, 2 രൂപയ്ക്കൊക്കെ ചെറിയ പാക്കറ്റ് കിട്ടും. 1 രൂപയുടെ വരെ പാക്കറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു, അതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉപ്പും ബേക്കിംഗ് സോഡയും അതൊക്കെ നമ്മുടെ വീടുകളിലുള്ള സാധനമാണ്. വിനാഗിരി ആണെങ്കിലും വീടുകളിലൊക്കെ ഉള്ളതാണ്. നമ്മൾ അച്ചാറൊക്കെ ഇടാനും ഒക്കെ എടുക്കുന്നതല്ലേ വിനാഗിരി. അല്ലാതെ നമുക്ക് ഒരുപാട്, ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞു, ഈ ഒരുപാട് കാശ് ചിലവുള്ള പരിപാടിയൊന്നും ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിക്കുകയില്ല. കാര്യം ഞാനൊരു സാധാരണ വീട്ടമ്മയാട്ടോ. നമുക്കൊരു സാധാരണ കുടുംബം കഴിഞ്ഞ് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം നല്ലപോലെ അറിയാവുന്നൊരു വീട്ടമ്മയാണ് ഞാൻ. അപ്പം ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ പോക്കറ്റ് കീറുന്ന രീതിയിൽ ഒരിക്കലും ഞാനൊന്നും എൻ്റെ വീഡിയോയിലൂടെ ഇടത്തില്ല. നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്നതും എന്നാൽ വലിയ ചിലവില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഞാൻ വലിയ ബലമൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ആ മിക്സി വലിയ ബലം കൊടുത്താൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ മിക്സി ഇതാണ്ട് ഇങ്ങനെ തെന്നിപ്പോവും. ഇത് ഞാൻ വലിയ ബലമൊന്നും കൊടുക്കാതെ ഒറ്റ കൈ കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തേക്കുന്നത്. അത് വേണ്ട അവിടെ ഒന്നും ചാരി ഇരിക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ പുറകെ പ്രത്യേകിച്ച് ഒന്നും വെച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയെല്ലാം മാറ്റി മറിച്ചൊക്കെ കാണിക്കുന്നത് കേട്ടോ. എത്രയല്ല എല്ലാവർക്കും ഒരു സംശയമൊക്കെ തോന്നും, ഞാനിട്ട് ഉരയ്ക്കും വലിയ ബലത്തിലാണോ. ഞാൻ എന്തായിട്ട് സാധാരണ രീതിക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം എൻ്റെ മിക്സി എനിക്ക് തിരിച്ച് കിട്ടി. ഞാനൊരു വെള്ള തുണി കൊണ്ട് തുടച്ച് കാണിക്കാം. ഇത് കണ്ടോ, എൻ്റെ മിക്സിക്ക് ഒരു ക്രീം കളറാണ്, കറക്റ്റ് നല്ല വെള്ളയല്ല. ഇതുണ്ട്, അതിൻ്റെ ഇടയ്ക്കത്തെയൊക്കെ പോയി. ഇനി അവിടെ എല്ലാം ഒന്ന് തുണിയും കൂടെ വെച്ച് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം. ഞാൻ ഇത് കണ്ടോ, കഴുകി വെച്ച് നല്ല പത, അതുകൊണ്ടുണ്ടല്ലോ നമ്മൾ നല്ലപോലെ ഇത് കഴുകേണ്ടി വരും. തുണി തുടയ്ക്കുന്ന തുണിയിലിട്ട് നല്ലപോലെ പത കയറി പിടിക്കും. ഇതുകൊണ്ട് നനച്ച തുണി കൊണ്ട് ഇനിയും തുടച്ച് നോക്കട്ടെ. ഇത് കണ്ടോ, എൻ്റെ ദൈവമേ എനിക്ക് വയ്യ കേട്ടോ. ഇത് ഭയങ്കരമായിട്ടും വൃത്തിയായി കേട്ടോ. ഇത് കണ്ടോ എന്നാ നല്ല ഇതായിട്ടാന്ന് നോക്കി. ഇതുണ്ട്, ആ അഴുക്കുള്ളതും അഴുക്കില്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം ഞാനിപ്പോൾ കാണിക്കാവേ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടോ, ഇതാണ്ട് ഇതുപോലെ ഇരുന്ന് ഇവരെ ഏതാണ്ടായാലും പെയിൻറ്റോ ഈ പശ ഏതാണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉരച്ച് കഴുകിയിട്ടെങ്ങും പോത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി ഉറക്കാൻ ഇത് പാട് വീഴും. എനിക്കെന്ന് ഇവന്മാർ കണ്ട് ഇത് പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട് ശരിയാക്കും അങ്ങോട്ട് ചെയ്തപ്പം പൊട്ടിയതാന്ന് തോന്നി ഇവിടെയൊക്കെ. ഇതുകൊണ്ട് ഇവിടെ എല്ലാം ഒരഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകം ഞാൻ വൃത്തിയാക്കിയില്ല കേട്ടോ. ഈ ഒരു സൈഡ് ഇത്രയും മാത്രമേ വൃത്തിയാക്കുള്ളൂ. ഇനി ഞാൻ മൊത്തം വൃത്തിയാക്കിയിട്ട്, അല്ല നിങ്ങൾ ഇത് ഞാൻ മൊത്തം ഉരച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ കാണണ്ടേ, അതുകൊണ്ടാണ് ഞാൻ മൊത്തം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിക്കാവേ. അപ്പം ഇത് പശ എനിക്കൊന്ന് ഞാനിത് മരി പൊട്ടിയത് അറിയാതിരിക്കാനെന്ന് തോന്നുന്നു പശയൊക്കെ ഇതുവഴിയൊക്കെ ഒഴിച്ചു വിട്ടത്. ഞാൻ പൊട്ടിയത് ഒട്ടിച്ചതാണോ എന്നും അറിയത്തില്ല. എന്നാലും ഇനി മൊത്തം എന്നാലും പോകുന്നുണ്ട്, നല്ലപോലെ വൃത്തിയാകുന്നുണ്ട്. ഇപ്പം ഞാൻ ഇത്ര ഉരച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല, ഇത് കറക്റ്റ് വെള്ളയല്ല കേട്ടോ, ഒരു ക്രീം കളറാണ് എൻ്റെ ഈ മിക്സിയുടെ കളറ്.
ഇപ്പം ഞാൻ ബാക്കിയും കൂടെ എല്ലാം ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് കാണിക്കാമേ. ഇത് കണ്ടോ, എൻ്റെ പഴയ മിക്സി എന്ന് ആരെങ്കിലും പറയുമോ ഇത് കണ്ടാൽ? ഇതിൻ്റെ ഈ സൈഡൊക്കെ ഞാൻ ബ്രഷ് ഇട്ടാണ് ഉരച്ചത്. ഇങ്ങനെയുള്ള സൈഡൊക്കെ ഉണ്ട്, ഈ വെട്ടൊക്കെ ഉള്ളതൊക്കെ ബ്രഷ് ഇട്ട് ഉരച്ചു. ഇതിൻ്റെ വയറും എല്ലാം കൂടെ കഴുകി ഞാൻ, അതുകൊണ്ട് തന്നെ കേട്ടോ അതും വെളുത്ത് നല്ലപോലെ. ഇപ്പം എൻ്റെ പഴയ മിക്സി അല്ലല്ലോ ഇത്, പുതിയ മിക്സി ആയില്ലേ? നിങ്ങൾക്ക് വിശ്വാസമായോ? അതുപോലെ ഉണ്ട് ഇവിടെ ഒക്കെ ഇത് ഒരഞ്ഞേക്കുന്നതിൻ്റെ പാട് ഇവിടെ ഇതുപോലെ ഉണ്ട് കേട്ടോ, അത് പോകത്തില്ല. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരഞ്ഞ പാടൊന്നും പോകത്തില്ലെന്നുള്ളത്. ഇത് കണ്ടോ, ഇതിനകമൊക്കെ നമ്മുടെ സാധാരണ ജാറൊക്കെ നമ്മളിങ്ങനെ വെച്ച് അരയ്ക്കുമ്പം ഇതിൻ്റെ ഈ സൈഡിൽ ഇതിനകത്തൊക്കെ ഒരു കറുത്ത കളർ വരും. അതൊക്കെ എൻ്റെ മിക്സിയിലും ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പോയി. അത് നല്ല വെളുത്ത്. ഇപ്പം ചേട്ടൻ ഇത് കണ്ടേ ചേട്ടനോട് ചോദിച്ചു, ഇടി നമ്മുടെ പഴയ മിക്സി തന്നെയാണോ ഇതൊന്ന്? പുത്തനായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിത് വൃത്തിയാക്കി വെച്ച് അന്നേരമേ എടുത്ത് കറണ്ടെ കുത്തി ഉപയോഗിക്കാൻ നിൽക്കരുത്. നമ്മൾ എന്നാലും ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ കാണും. ഒന്നെങ്കിൽ വൈകുന്നേരം ചെയ്തിച്ച് രാവിലത്തെ വെയിലില്ലേ അത് നല്ലപോലെ പൊള്ളിച്ചെടുക്കണം കേട്ടോ. പൊള്ളിച്ചെടുത്ത് ഒന്ന് ഉണങ്ങിയതിന് ശേഷമേ ഉപയോഗിക്കാവുള്ളൂ. അല്ലാതെ ഉപയോഗിച്ച് ആരും എർത്തടിക്കുകയൊന്നും ചെയ്തേക്കരുത്. ഒത്തിരി വെള്ളം കോരി ഒഴിക്കുകയും ചെയ്യില്ല കേട്ടോ. ഞാനത് പുരട്ടി വെച്ച് നല്ലപോലെ ഒഴിച്ച് തുണി നനച്ച് പിഴിഞ്ഞാണ് തുടച്ചെടുത്തത് കേട്ടോ. നമ്മുടെ മിക്സി പുത്തനായില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര സന്തോഷം. കരി പിടിച്ച് കറുത്തിരുന്ന മിക്സിയാണ്. മൊത്തം പശയായിരുന്നു ഇതിൽ. പശയെല്ലാം പോയി കിട്ടി കേട്ടോ. നല്ല വൃത്തിയായി. ഇതുണ്ട് അവരാ കമത്തിയിട്ട് ഇതേണ്ട ഇങ്ങനെ ചെയ്തതിൻ്റെ തോന്നുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ഇതുണ്ട് കമത്തിയിട്ട് അവർ പണിതേൻ്റെയാണ്. നല്ല ഈ പോറലും ഒക്കെ വന്നേക്കുന്ന ഇതിൽ. പക്ഷെ അല്ലാതെ മിക്സി നല്ല അടിപൊളിയായി കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരുന്ന സാധനമാണേ. മിഷ്യം ഇത് മിക്സി വർക്കിംഗ് ആണ്. പക്ഷേ ഇതിങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് എനിക്കിതിൽ ഉപയോഗിക്കാനായിട്ട് മടി വന്നത്. ഇതുണ്ട് ഇത് ലാസ്റ്റ് പിന്നെ ഉണങ്ങിയ തുണിയുണ്ട് ഒന്നുകൂടെ നല്ലപോലെ തുടച്ചെടുത്തതാണ്. കൊച്ചുങ്ങളെയൊക്കെ ചെളിക്കകത്തുള്ള കൊച്ചുങ്ങളൊക്കെ കിടന്ന് കൊച്ചുങ്ങളെ കുളിപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുകയല്ലേ, അതുപോലെ ഇരിക്കുന്നല്ലേ. അപ്പോൾ എനിക്ക് മിക്സിയിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും നല്ലപോലെ വെളുത്തു. ഇത് കണ്ടോ നല്ല കളറായില്ലേ. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയും വൃത്തിയാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് തവണ കഴുകിയൊക്കെ നോക്കിയതായിരുന്നു കേട്ടോ. കഴുകിയൊന്നും നോക്കിയിട്ടൊന്നും ഇത് വൃത്തിയായില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിത് ഉപേക്ഷിച്ചതായിരുന്നു. എനിക്കിനി വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെയൊക്കെ എല്ലാവരും വീടുകളിൽ കാണും മിക്സിയിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അതേ കൂടെ മഞ്ഞളും ഒക്കെ ഒലിച്ച് അതിൽ വീണും ഒക്കെ അത് കറയായിട്ടിരിക്കും. നമുക്ക് ചിലപ്പോൾ അന്നേരം പെട്ടെന്ന് തുടച്ച് വൃത്തിയാക്കാൻ പറ്റിയൊന്നും സമയം കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ പിന്നെ അത് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അത് അതിലോട്ട് പിടിച്ചിരുന്ന് ആ കളർ അങ്ങ് പിന്നെ പോകാൻ പാടാണ്. അതൊരു മങ്ങിയ കളറായിട്ട് അതിലെപ്പോഴും കാണാം. ആ കട്ടിയിലുള്ള അങ്ങ് പോകുമായിരിക്കും, എന്നാലും ചെറിയൊരു കളർ അതേ കാണും. എൻ്റെ മിക്സിയുടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മഞ്ഞളിൻ്റെ ഒക്കെ കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുമൊക്കെ ഞാനിപ്പോൾ തുടച്ച് വൃത്തിയാക്കിയപ്പോഴത്തേക്ക് നല്ലപോലെ വൃത്തിയായി. കാര്യം എനിക്ക് ഒട്ടും വിശ്വസിക്കാനേ പറ്റിയില്ല കേട്ടോ. ഞാൻ പറയാം, ഫ്രിഡ്ജിൻ്റെ ഡോറ് ചെയ്തപ്പോഴും എനിക്കൊരു വിശ്വാസമില്ലാതെ ഞാൻ ചെയ്തത്. പക്ഷെ അത് ചെയ്തപ്പോൾ നല്ല വൃത്തിയായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ അത് തന്നെ ഞാൻ ഓർത്തത്. അങ്ങനെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാനിത് കൊണ്ടുവന്ന സമയത്ത് ഞാൻ തുടച്ചൊന്ന് വൃത്തിയാക്കാൻ നോക്കിയത്. അപ്പോൾ വൃത്തിയായില്ല. അപ്പോൾ പിന്നെ ഞാൻ മാറ്റി ഒരു മൂലയ്ക്ക് വെച്ചിരുന്നതാണ്. ഇനി ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിൽ തന്നെ. പക്ഷേങ്കിൽ ഇപ്പം ഇത് അന്ന് കഴിഞ്ഞ് ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിക്കൊണ്ട് തൊണ്ട ഒരുമാതിരി കുത്തി കുത്തി ചുമയ്ക്കാതെ. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ ഇത് വൃത്തിയാക്കിയപ്പോൾ മുതൽ എനിക്കൊരിതുണ്ടായിരുന്നു, ഈ മിക്സി ഒന്ന് ശരിയാക്കി നോക്കണമെന്നേ. അപ്പം ഞാനത് നിങ്ങളെയും കൂടെ കാണിക്കാവുന്ന രീതിയിൽ ഒരു ദിവസം വീഡിയോ എടുക്കുമ്പോഴല്ലേ എനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം താമസിച്ചതൊന്ന് ശരിയാക്കാനായിട്ടൊക്കെ. അപ്പം ഇന്നാകുമ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച്. അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ മിക്സി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% ഉറപ്പാണ് മിക്സി നല്ല ഉത്തമ മിക്സി ആയിട്ട് കിട്ടുക. എൻ്റെ മിക്സി നിങ്ങൾ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഞാനെല്ലാം ക്ലീൻ ചെയ്ത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടിയാൽ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയാനൊന്നും മറന്നേക്കരുത്. നമ്മുടെ ഗീത ചേച്ചിയൊക്കെ കുറേ ദിവസമായി കണ്ടിട്ട് കേട്ടോ. ചേച്ചിയുടെ ഫോൺ എന്നത് കംപ്ലൈൻറ്റ് പറ്റിയെന്നൊക്കെ ബിജി എന്നോട് പറഞ്ഞായിരുന്നു. ചേച്ചി അല്ലെങ്കിൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതായിരുന്നു. അതുപോലെ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാറുണ്ടെന്നേ. വിജിയെ എല്ലാ ദിവസവും കാണാറില്ല. പിന്നെ ശ്രീലത മനോജ്, പിന്നെ ബീന കാണാനില്ല. ശ്രീലത മനോജ് കാണാൻ നടക്കുന്നില്ല. ശ്രീലതയെ കാണാനില്ല, ബീനെ കാണാനില്ല. അങ്ങനെ കുറേ പേരെ കാണാനുണ്ട്. ഇവരൊക്കെ ഈ അവധി ആയപ്പോഴത്തേക്ക് ഇനി കറങ്ങാൻ പോയതാണോ എന്ന് എനിക്കറിയത്തില്ല. ആരും ഇപ്പം ചാനലിൽ അത്ര വരുന്നില്ല, കമൻറ്റ് ഇടുന്നില്ല, ഒന്നുമില്ല.
പിന്നെ എന്നാ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. എൻ്റെ പഴയ ആൾക്കാരൊക്കെ ഒന്ന് വരിക. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ കാണുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.